പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ശരീര പ്രദർശനം നടത്തുന്നു. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? എല്ലാത്തിനും പിടിച്ചകത്തിട്ട് ചന്തിക്കിട്ട് 4 പൊട്ടിക്കണം. ഇന്നവർ പിന്നാമ്പറം കാണിച്ചു, നാളെ ഉമ്മറം കാണിച്ചാലോ? ഈ അൻസിക കൃഷ്ണകുമാറൊക്കെ ചെറിയ കുട്ടിയാണ്. ആ കുട്ടീനെ വയറ് കാണിച്ചിട്ടും മേല് കാണിച്ചിട്ടും ഒക്കെ ഇടുന്നുണ്ട്. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. ഇതുപോലെ പലതും ചെയ്തിട്ടുണ്ട്, കാശിന് വേണ്ടിയാ. ഇപ്പൊ അതൊക്കെ ഞാൻ നിർത്തി. ശരീരം കാണിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നു എന്നുള്ളത്, ആരാണ് പൈസ കൊടുക്കുന്നത്? കാണാൻ കൊള്ളാവുന്ന പെമ്പിളരെ കണ്ട ആരോഗ്യം സൗന്ദര്യമുള്ള ചെറുപ്പക്കാരും നോക്കും. എന്തോ നോക്ക് കൊടുക്കാൻ ആളുള്ളത് കൊണ്ടല്ലേ കാണിക്കാൻ അപ്പുറത്ത് ആൾക്കാർ നിൽക്കുന്നത്. എന്താ കൊടുത്താൽ? ആദ്യം പറയേണ്ടത് ഈ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരില്ലേ, അതാ ഞങ്ങളുടെ ചോദ്യം. സബ്സ്ക്രൈബ് ചെയ്യുന്നോണ്ടല്ലേ അവരെ അപ്പുറത്ത് കാണിക്കുന്നത്. പെണ്ണുങ്ങൾ ഉടുതുടി ഇല്ലാതെ ഡാൻസ് ചെയ്യുന്നത് കാണാനും മറ്റേതൊക്കെ നിങ്ങളുടെ കൈ കാശുണ്ടല്ലേ. അവരുടെ പൈസ ഇട്ട് അവര് കണ്ടന്റ് കാണുന്നു, ഇത് ഇവര് കാണിക്കുന്നു. എന്താടാ ഇത് ഈ കൊച്ചു കേരളത്തില്? സ്വന്തമായിട്ട് അധ്വാനിച്ച് 4 കാശുണ്ടാക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെയാ. നിങ്ങളുടെ ശരീരമാണ്, ഓക്കെ, നിങ്ങളെ ശരീരം ആൾക്കാർ കാണുന്നതിൽ നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്നുണ്ടെങ്കിൽ ആർക്കാണ് ഇവിടെ പ്രശ്നം? എങ്ങോട്ടാണ് ഈ നാടിന്റെ പോക്ക്? എനിക്ക് പേടിയാവുന്നളിയാ, എനിക്ക് നാട്ടിൽ നിൽക്കാൻ തന്നെ പേടിയാവുന്നു. ഈ രേണുസുതി എന്ന് പറഞ്ഞ ആ ഒരു ചേച്ചി, അവര് ഈ റീസെന്റ്ലി നാവ് കൊണ്ട് എന്തോ കാണിച്ചു. എന്താ കാണിച്ചത്? കാണിച്ചു തരാ. വൃത്തികേട്. ഇങ്ങനെ ചെയ്യുമ്പോൾ മുഖത്തെ എക്സ്പ്രഷൻ അങ്ങനെ വരുള്ളൂ. എന്താണ് മേജർ സാറേ, ഞാൻ ജീവിച്ചു പോയിക്കോട്ടെ. അല്ലാണ്ട് അങ്ങനെ വരില്ല. എല്ലാം അറിഞ്ഞിട്ടും എന്തിനാ ഓമന എന്നെ ഇങ്ങനെ ഇട്ട് നാറ്റിക്കുന്നത്? ചെയ്യാൻ പാടില്ലാത്ത ഞാൻ ചെയ്തത്. നിങ്ങളെ നാവ് വെച്ചിട്ട് ലൈംഗിക ചൊവ്വയോടുകൂടി സബ്സ്ക്രിപ്ഷൻ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഇട്ടു. എന്താ അതിനെന്താ ഇപ്പോ? അവര് പൈസ കൊടുത്തിട്ട് വരുന്നു, നിങ്ങൾ കാണിക്കാൻ അവിടെ ഇരിക്കുന്നു. സിമ്പിൾ. നമുക്കറിയാം അവന്റെയൊക്കെ കഥ. പച്ചട്ടാ, ഞങ്ങൾ പോകുന്നു. പച്ചട്ടാ, കാണാം.